എന്തുകൊണ്ട് 2020 എന്ന ചോദ്യം? ഈ ചോദ്യം ഇന്ന് ചാലക്കുടിയിലെയും എറണാകുളത്തെയും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ചോദ്യമായി രൂപപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ പ്രസിദ്ധമാണ്. മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും മറ്റ് ലോക നേതാക്കന്മാരെയെല്ലാം ക്രിസ്തുവിലേക്ക് ആകർഷിച്ച ഒരു പ്രഭാഷണ പരമ്പരയാണ് ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഭാരതീയ മനസ്സിൻ്റെ ഒരു കണ്ണാടിയാണ് ബൃഹദാരണ്യകം ഉപനിഷത്തിൽ പറയുന്ന സൂക്തം. ആ സൂക്തം ഇതാണ്: അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. സത്യാന്വേഷിയായ ഒരു ഭാരതീയൻ്റെ മനസാക്ഷിയും മരിക്കാത്ത ആഗ്രഹം എല്ലാ മനുഷ്യ ഹൃദയങ്ങളുടെയും അന്തരാളത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു ഭാരതീയൻ്റെ ഹൃദയപൂർവമായ പ്രാർത്ഥനയാണിത്: അസതോമ സദ്ഗമയ. ഇന്ന് രാഷ്ട്രീയ അന്തരീക്ഷം കൊടും കൂരിരുട്ടിലാണ് എന്ന് നമുക്കറിയാം. ആ ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്നത് കൊടും കൊള്ളയാണ്. കൊള്ള എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ചിന്തകളാണ് കരിമണൽ കൊള്ള, ബിരിയാണി ചെമ്പ്, അതുപോലെ തന്നെ ഡോളർ കടത്ത്, ഇതെല്ലാം. എന്നാൽ അതിനേക്കാൾ എത്രയോ ഹീനമായ, നീചമായ കൊള്ളയാണ് കഴിഞ്ഞ കേരളത്തിൻ്റെ ഏറ്റവും ദുർഘടഘട്ടത്തിൽ കേരളത്തിൽ സംഭവിച്ചത് എന്ന് ആരായുന്നത് നന്നായിരിക്കും. 2018 ജലപ്രളയം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് എങ്കിൽ, അതിനുശേഷം ലോകവ്യാപകമായി പടർന്ന പകർച്ചവ്യാധി എത്രയോ ലക്ഷം ജീവനുകളെ എടുത്തു എന്ന് നമുക്കറിയാം. കേരളം മരണസംഖ്യയും രോഗികളുടെ എണ്ണവും മറച്ചുവെക്കുവാനുള്ള പാഴ്ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് കേരളത്തിലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ മരിച്ചു വീഴുകയായിരുന്നു. ഈ മരിച്ചു വീഴുന്ന ഉറ്റവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ, അവരുടെ സ്വന്തക്കാർക്ക് അവരുടെ ശവശരീരം ഒന്ന് നേരിൽ കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്ത നിലയിൽ അവരുടെ ഹൃദയം തകർന്ന് കരയുന്ന ആ തകർച്ചയുടെ കരച്ചിലിൻ്റെ, ആ വിലാപത്തിൻ്റെ ശബ്ദം അതിന്നും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ ചങ്ക് പൊട്ടിക്കരയുന്ന അവരുടെ ആ രോദനം ഇന്നും പല സ്ഥലങ്ങളിലും അത് ആ ഓർമ്മയായിട്ട് അവശേഷിക്കുന്നത് നമുക്കറിയാം. അതിനോട് ചേർന്ന് തൊഴിലില്ലായ്മ, കൊടും പട്ടിണി, ഏകാന്തത, മരണഭയം എല്ലാം ചേർന്ന ഒരു ശ്മശാന മൂകത കേരളത്തെ വിലയം പ്രാപിച്ചിരുന്നു എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. വ്യവസായശാലകൾ അടച്ചുപൂട്ടി, വ്യവസായങ്ങളുടെ എല്ലാം അടച്ചുപൂട്ടി, സ്കൂളുകൾ, കോളേജുകൾ എന്നുവേണ്ട സകല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെട്ടു.
കേരളത്തെ ഒരു ഏകാന്തതയുടെ തടവറയിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവമായിരുന്നു COVID-19 എന്ന് നമുക്കറിയാം. എന്നാൽ ആ ശപിക്കപ്പെട്ട കൂരിരുട്ടിലും മനുഷ്യ മനസാക്ഷി നഷ്ടപ്പെട്ട കസ്മലന്മാർ ഈ മഹാവ്യാധിയെയും മരണഭയത്തെയും പട്ടിണിയെയും എല്ലാം മറയാക്കി നാടിനെ കട്ടുമുടിക്കുകയായിരുന്നു. 250 രൂപ വില വരുന്ന ഒരു PPE കിറ്റ് 1550 രൂപയ്ക്ക് ഒരു ടെൻഡർ പോലും ഇല്ലാതെ വാങ്ങിക്കൂട്ടുവാൻ, കോടിക്കണക്കിന് വാങ്ങിക്കൂട്ടുവാൻ മനസാക്ഷി അല്പം പോലും വിലക്കാത്ത ഒരു പ്രത്യേക സമൂഹം. അതുപോലെ തന്നെ 2 രൂപ വിലയുള്ള ഗ്ലൗസുകൾ 15 രൂപ 50 പൈസയ്ക്ക് വാങ്ങിക്കൂട്ടി, കോടികൾ വാങ്ങിക്കൂട്ടി അത് ഗോഡൗണുകളിൽ കുത്തി നിറച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് 1350 കോടി രൂപയെങ്കിലും ഈ കസ്മലന്മാർ കൊള്ളയടിച്ചു എന്ന യാഥാർത്ഥ്യം, അത് എത്ര പേർ ആ വിഷയത്തെ ആ പൂർണ്ണ ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ശങ്കിക്കുകയാണ്. ഇങ്ങനെ എത്രയോ അഴിമതി കഥകൾ കേരളത്തിൻ്റെ മനസാക്ഷി മരവിച്ച് പോയ അവസ്ഥയിൽ നാം കേട്ട് മടുത്ത വസ്തുതകളാണ്. എന്നാൽ ആ സമയത്ത് 2020 എന്ന പ്രസ്ഥാനം അവരെന്ത് ചെയ്തു എന്ന് കൂടി അതേക്കുറിച്ച് അവലോകനം ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. അവർ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തുകളിൽ അവിടുത്തെ ജനങ്ങളെ ഒരു കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ 2020 എന്ന പ്രസ്ഥാനം അവിടുത്തെ ജനങ്ങളെ അവരുടെ പട്ടിണിയിൽ മാറ്റി അവർക്കാവശ്യമായ മരുന്ന് നൽകി അവർക്കാവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അത് പര്യാപ്തമായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. കേവലം 6 രൂപയ്ക്ക് 1 ലിറ്റർ പാല് 80 മുതൽ 90% വരെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് നൽകി പട്ടിണി അകറ്റി. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചിലവുകളിൽ 50% 2020 തന്നെ ഏറ്റെടുത്തു. അങ്ങനെ അനേക ജീവനുകൾ രക്ഷിക്കുവാൻ പ്രാപ്തമായ ഒരു പ്രസ്ഥാനമായിട്ട് ഈ 2020 തീർന്നു എന്നത് നമുക്കൊരിക്കലും വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുമാത്രവുമല്ല, 80 മുതൽ 90% വരെ ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾ അത്രമാത്രം വില കുറച്ച് നൽകുവാൻ തക്കവണ്ണവും ആ പ്രസ്ഥാനത്തിന് അവിടെ കഴിഞ്ഞു എന്നത് ആ നാടിൻ്റെ ആത്മാവിൻ്റെ സംരക്ഷകരായി 2020 എന്ന പ്രസ്ഥാനത്തെ ജനഹൃദയങ്ങളിൽ ഒരു തുടിപ്പാക്കി മാറ്റി എന്നതിന് യാതൊരു സംശയവും ഇല്ല. ഇവിടെയാണ് ഉപനിഷത്തിൻ്റെ ഏടുകളിൽ നൂറ്റാണ്ടുകളായി തിളങ്ങി നിൽക്കുന്ന തമസോമ ജ്യോതിർഗമയ എന്ന ആ സൂക്തത്തിൻ്റെ പ്രസക്തി ഇന്നും പ്രസക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ സമയത്ത് രാഷ്ട്രീയ അന്ധത അകറ്റുവാൻ നമ്മുടെ കത്തിച്ച് വെച്ച വിളക്കുകൾ തണ്ടിന്മീതെ വയ്ക്കുവാനുള്ള, ഉയർത്തുവാനുള്ള സമയം ഇതായിരിക്കുന്നു. കൊടും കൂരിരുട്ട് ബാധിച്ച ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജനഹൃദയങ്ങളിൽ നിന്ന് അകറ്റുവാൻ, നമുക്ക് ഒന്നിച്ച് നിൽക്കുവാൻ, ഒരേ ഹൃദയത്തോടെ ഒന്നിച്ച് ജ്വലിച്ച് പ്രകാശിക്കുവാൻ ഇതാണ് സമയം. മാത്രമല്ല, എനിക്കും മാന്യമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അർഹതയുണ്ട് എന്ന് ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ആശ,
അത് കെട്ടുപോകാതെ ഒരു കൈത്തിരിയായി നമ്മിൽ ഉണ്ടെങ്കിൽ നാം ഇന്ന് ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ആസന്നമായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അവകാശമാണ് പാർലമെൻറ്റിൽ പോകേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കുവാനുള്ള സമ്മതിദാനം. ഈ കേരളം ആര് ഭരിക്കണം, അത് 2020 നൽകണം എന്ന തീരുമാനമെടുക്കുവാനുള്ള സമയം ഇതാണ്. അതിനുള്ള അവകാശം നമുക്കാണ്. മാത്രവുമല്ല, ഈ വലിയ തേരോട്ടത്തിൻ്റെ അതിൻ്റെ തുടക്കമാണ് വാസ്തവത്തിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാലിയായ ഖജനാവ് കടം മേടിച്ച് തുലഞ്ഞ കേരളം ഇത് രാഷ്ട്രീയക്കാരുടെ കൊള്ള കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാറ്റത്തിന് കൊതിക്കുന്ന കേരളീയൻ പ്രത്യാശയുടെ സൂര്യകിരണങ്ങൾ അത് സമ്മാനിക്കുന്ന ഏക പ്രസ്ഥാനം അതാണ് 2020 എന്ന പ്രസ്ഥാനം. നമുക്കുണരാം. നമുക്കൊരു പുതിയ സംസ്കാരത്തിന്, പുതിയൊരു യുഗത്തിന് തുടക്കമിടാം. വളരെ പ്രഗത്ഭരായ, അല്പം പോലും അഴിമതിയുടെ കറ പുരളാത്ത വ്യക്തിത്വങ്ങളെ കൈപിടിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കുവാനുള്ള വലിയ ദൗത്യം നമുക്ക് ഹൃദയപ്രകാരം ഏറ്റെടുക്കാം. ജയ് ഭാരത്.